മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 376-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. ഡിജിറ്റാലിസ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങളുടെ ധാരാളിത്തമുള്ളൊരു ഔഷധമാണിത്. ആ ഒരു തരത്തിലാണ് ഇത് അറിയപ്പെടുന്നതും ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും മറ്റ് നിരവധി ലക്ഷണങ്ങൾ, കരളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, മറ്റ് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുമൊക്കെ ഇതിൽ വരുന്നുണ്ട്. എൻ്റെ അവയെക്കുറിച്ച്, വിശേഷിച്ചും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയുള്ള ഒരു ചിത്രവും കെൻ്റ് ഇവിടെ ചുരുങ്ങിയ പേജുകളിൽ വരച്ചിടുന്നുണ്ട്. നമുക്ക് 2 എപ്പിസോഡ് കൊണ്ട് തീരും. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. This drug, as used by the old school, has done more mischief than any one drug in their materia medica. ഡിജിറ്റാലിസിൻ്റെ പഴയ രീതിയിലുള്ള ഉപയോഗത്തിൻ്റെ മാരകമായ ഒരു അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് കെൻ്റ് തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. മറ്റേത് ഔഷധത്തെക്കാളും നമ്മൾ നേരത്തെ മെർക്കുറി, കലോമൽ അങ്ങനെയുള്ള പല ഔഷധക്കൂട്ടുകളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അലോപ്പതി ചികിത്സയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കുഴപ്പക്കാരൻ ഡിജിറ്റാലിസ് ആണെന്നാണ് കെൻ്റ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഹോമിയോപ്പതിക് യൂസേജിൽ അതിന് വളരെ മികച്ച പ്രയോഗമുണ്ടെന്ന് കൂടി, അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ മനസ്സിലാക്കണം. എവരി പേഷ്യൻ്റ് ഹു ഹാസ് എ ഫാസ്റ്റ് ഹേർട്ട് ഓർ എനിത്തിങ് ദ മാറ്റർ വിത്ത് ദ ഹാർട്ട് വാസ് ഗിവൺ ഡിജിറ്റാലിസ്. മുൻകാലങ്ങളിൽ ഹൃദയമിടിപ്പ് കൂടുതലുള്ള രോഗികളിൽ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒരുതരം ഇൻഡിസ്ക്രിമിനേറ്റ് യൂസേജ്, ഒരു കണ്ണും മൂക്കുമില്ലാത്ത തരത്തിൽ ഡിജിറ്റാലിസ് കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇറ്റ് ഹസ് കോസ്റ്റ് മോർ ഡെത്ത് ദാൻ എനി ഡ്രഗ്. അതുകൊണ്ട് തന്നെ മറ്റേത് മരുന്നുകൾ കൊണ്ടും ഉണ്ടായതിനേക്കാൾ കൂടുതൽ മരണം ഡിജിറ്റാലിസ് കൊണ്ടുണ്ടായിട്ടുണ്ട്. ഈ ഫാസ്റ്റ് ഹാർട്ട് എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാന കാരണം. ഹൃദയമിടിപ്പ് കൂടുന്നൊരവസ്ഥയിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിലുള്ള ഒരു കുഴപ്പമാണ് ഔഷധത്തിൻ്റെ, ആ മരുന്നിൻ്റെ ഒരു അപകടകാരി സ്വഭാവത്തിന് കാരണമായിട്ട് വരുന്നതെന്ന് തുടർന്നുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാവും. ഇഫ് അഡ്മിനിസ്ട്രേറ്റ് വെൻ ദ ഹാർട്ട് ഈസ് ഗോയിങ് ഫാസ്റ്റ് ഇറ്റ് വിൽ സൂൺ പ്രൊഡ്യൂസ് എ പെക്യുലർ കൈൻഡ് ഓഫ് പാരലിസിസ്. അപ്പോൾ ഈ അമിതമായ ഹൃദയമിടിപ്പ്, ഹൃദയസ്പന്ദനങ്ങളുടെ ആധിക്യത്തെ കുറക്കാൻ വേണ്ടി ചെയ്യുന്നത് വാസ്തവത്തിൽ ഹൃദയപേശികളെയും അനുബന്ധമായ ഭാഗങ്ങളെയും ഒക്കെ അത് തളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അലോപ്പതിയുടെ രീതി. ആ തളർത്തൽ ഹൃദയത്തിന് വലിയ തിരിച്ചടിയായി പിന്നീട് വരും. അതുകൊണ്ടാണ് കൂടുതൽ മരണങ്ങൾക്ക് കാരണമായ ഔഷധം ഇതാണെന്ന് കെൻ്റ് പറയുന്നത്. ദ ഹാർട്ട് ദെൻ ഹാവിങ് ലോസസ് ബാലൻസ് വീൽ, അതിൻ്റെ സന്തുലനം നിലനിർത്തുന്ന ആ ഒരു സംവിധാനം, ബാലൻസ് വീൽ, ഒരു യന്ത്രത്തിൽ, ഇപ്പോൾ വാഹനങ്ങളുടെ എൻജിനിലായാലും നമ്മളെ പഴയ വാച്ചിൽ എന്തിലായാലും അതിൻ്റെ ചലനത്തെ ക്രമീകരിക്കുന്ന ഒരു ബാലൻസ് വീൽ, അതിൻ്റെ മൂമെൻറ്റം നിലനിർത്തുന്ന ഒരു ബാലൻസ് വീലുണ്ട്. അതാണ് അതിന് മൂമെൻറ്റം കൊടുക്കുന്നത്, അതിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിൽ. അങ്ങനെ ഹൃദയത്തിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിന് ആ മൂമെൻറ്റം കൊടുക്കുന്ന ആ ഒരു സംവിധാനം, പേശികളുടെയും നാഡികളുടെയൊക്കെ സംവിധാനത്തെ ഈ ഡിജിറ്റാലിസിൻ്റെ ആ ഒരു ക്രൂഡ് ഫോമിലുള്ള ഉപയോഗം അതിൻ്റെ താളം തെറ്റിക്കുന്നു. കോമ്പൻസേഷൻ ഗിവ്സ് ഔട്ട്, ദ പേഷ്യൻറ്റ് സിങ്സ് ആൻഡ് ഫൈനലി ഡൈസ്. അപ്പോൾ ഹൃദയത്തിൻ്റെ കുഴപ്പത്തിന് ഈ ബാലൻസ് വീൽ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നോ, ഏത് യന്ത്രത്തിൻ്റെയും ഒരു മന്ദഗതിയുടെ ഒരു ഘട്ടത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ബാലൻസ് വീലാണ്. ആ ബാലൻസ് വീൽ, ഹൃദയത്തിൻ്റെ ആ കാര്യത്തിൽ ബാലൻസ് വീല് മന്ദീഭവിച്ചു പോയി. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്ത് ഹൃദയത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അവസാനം രോഗി തളർന്നു വീഴുന്നു, സിങ്കിങ് കണ്ടീഷൻ വരുന്നു, അവസാനം മരിക്കുന്നു. അതാണ് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഡിജിറ്റാലിസിൻ്റെ ക്രൂഡ് ഫോമിലുള്ള ഉപയോഗം അതാണ്. ദേ ഡു നോട്ട് നോ ദാറ്റ് മെനി പേഷ്യൻസ് വുഡ് ഹാവ് ലിവ്ഡ് ത്രൂ ഫീവേഴ്സ്, ന്യൂമോണിയ ആൻഡ് അതർ അക്യൂട്ട് ഡിസീസസ് ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫോർ ദിസ് മെഡിസിൻ യൂസ്ഡ് ആസ് ദേ ഹാവ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് ടിങ്ചർ ഇൻ മെനി ഡ്രോപ്പ് ഡോസസ് അണ്ടിൽ ദ ഹാർട്ട് വാസ് സ്ലോ ഡൗൺ. അപ്പോൾ പനി, ശ്വാസകോശ സംബന്ധമായ രൂക്ഷമായ അവസ്ഥകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പനി വരുമ്പോൾ തന്നെ ഹൃദയമിടിപ്പ് കൂടാം.
അപ്പോൾ ആ ഹൃദയമിടിപ്പിന് കുറക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റാലിസ് നിരവധി തുള്ളികൾ അടങ്ങിയ ഡോസുകൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. അങ്ങനെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങളല്ലാതെ തന്നെ ഉണ്ട്, രോഗി മരിച്ചു പോകുന്നു. അപ്പോൾ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ന്യൂമോണിയയും പനിയും മറ്റൊക്കെ സ്വാഭാവികമായിട്ട് ശമിക്കുന്നതാണെങ്കിൽ ശമിക്കുകയും, അല്ലെങ്കിൽ ചുരുക്കം ആളുകൾ മരിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ ഡിജിറ്റാലിസിൻ്റെ പ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു അക്യൂട്ട് കണ്ടീഷനിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ അവിടെ ഉണ്ടാകുമെന്നാണ് കെൻ്റ് അവിടെ പറയുന്നത്. ദേ കോൾ ഇറ്റ് സെഡേറ്റീവ്. യെസ്, ഇറ്റ് ഇസ് എ സെഡേറ്റീവ്. ഇറ്റ് മേക്സ് ദ പേഷ്യൻറ്റ് വെരി സെഡേറ്റ്. രോഗിയെ വല്ലാതെ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് ഡിജിറ്റാലിസ് കൊണ്ടുപോകും. യു ഹാവ് സീൻ ഹൗ വെരി സെഡേറ്റ് എ പേഷ്യൻറ്റ് ലുക്സ് ആഫ്റ്റർ ഹി ഹാസ് ബീൻ ഇൻ ഹാൻഡ്സ് ഓഫ് ആൻ അണ്ടർടേക്കർ ആൻഡ് ഹാസ് ഓൺ ഹിസ് ബെസ്റ്റ് ഗാർമെൻറ്റ്സ്. ഇനി ഒരു സർക്കാസം കലർത്തി ഒരു കറുത്ത ഹാസ്യമാണ് എൻ്റെ ഇവിടെ പറയുന്നത്. മരണത്തെയാണ് എൻ്റെ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സെഡേറ്റീവ് കൊടുത്ത് അന്തിമമായ സെഡേഷൻ, ആൾ മരിക്കുന്നു. ആൾക്ക് പിന്നെ ചലനമില്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഒരു സെഡേറ്റ് കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ആ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അയാൾ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും നല്ല വസ്ത്രം അയാളെ ധരിപ്പിക്കും. അങ്ങനെ ഏറ്റവും മികച്ച വസ്ത്രം ധരിച്ച് ആ സെഡേഷൻ്റെ പൂർണ്ണതയിൽ ജീവനില്ലാതെ ആ രോഗി അണ്ടർടേക്കറുടെ കയ്യിലേക്ക്, ശവസംസ്കാരം ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്ക്, ഇപ്പോൾ ശവദാഹം നടത്തുന്ന ആൾ, കൊണ്ടുപോയി കുഴിച്ചു ഓടുന്ന ആൾ, അവരുടെ കയ്യിലേക്ക് അയാൾ പോകുന്നു. അയാളുടെ ജീവൻ ഇല്ലാതാകുന്നു. ആ ഒരു കറുത്ത ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് എൻ്റെ അവിടെ പ്രയോഗിക്കുന്നത്. ഡിജിറ്റൽ എത്രമാത്രം മാരകമാണ്, അതിൻ്റെ പ്രയോഗം എത്രത്തോളം വിവേചനരഹിതമായിരുന്നു പഴയ കാലത്ത് എന്ന് അതിലേക്ക് കെൻ്റ് വെളിച്ചം വീശുകയാണ്. ദറ്റ് ഈസ് വാട്ട് ഡിജിറ്റാലിസ് ഡസ്. ഇൻ ദാറ്റ് വേ ഇറ്റ് ഈസ് എ സെഡേറ്റീവ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അലോപാത്ത്. ആ തരത്തിൽ അതൊരു സെഡേറ്റീവാണ്, മാരകമായൊരു സെഡേറ്റീവ്. എ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ നെവർ പ്രിസ്ക്രൈബ്സ് ടു ബ്രിങ് ഡൗൺ ദ പൾസ്. കെൻ്റ് പലപ്പോഴും പറയാറുള്ള കാര്യം, ഒട്ടുമിക്ക ലെക്ചറിലും പറയാറുള്ള കാര്യം ഇവിടെയും പറയുകയാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം, പൾസ് കൂടിയിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ സിംറ്റം, അതിനെ കുറക്കാൻ ഒരു ഹോമിയോപാത്ത് ഒന്നും ചെയ്യുന്നില്ല, അഥവാ ഒന്നും ചെയ്യരുത്. അതായത് ഒരു പർട്ടിക്കുലർ സിംറ്റത്തിനെ സപ്രസ് ചെയ്യാൻ, ടോട്ടാലിറ്റി എടുക്കാതെ, സമഗ്രമായ ചിത്രം പരിഗണിക്കാതെ ഒരു പർട്ടിക്കുലർ സിംറ്റം, ആ പർട്ടിക്കുലർ സിംറ്റം ആ രോഗിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം. പക്ഷേ അതിനെ ശമിപ്പിക്കാൻ മാത്രമായി നല്ലൊരു ഹോമിയോപാത്ത്, ഒരു യഥാർത്ഥ ഹോമിയോപാത്ത് യാതൊന്നും ചെയ്യുകയില്ല. അതിനർത്ഥം അങ്ങനെ നിങ്ങളും ചെയ്യരുത് എന്ന് തൻ്റെ വിദ്യാർത്ഥികളോട് കെൻ്റ് പറയുകയാണ്. അത് മറ്റൊരു തരത്തിൽ നിങ്ങൾക്കുമുള്ള ഒരു ഉപദേശമോ മുന്നറിയിപ്പോ ഒക്കെയാണത്. ഹി പ്രിസ്ക്രൈബ്സ് ഫോർ ദ പേഷ്യൻറ്റ്. രോഗിക്ക് വേണ്ടിയാണ് ആ ഒരു ഹോമിയോപാത്ത് പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നത്. ആൻഡ് ദ ഹാർട്ട്സ് ആക്ഷൻ ടേക്സ് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഈ ഒരു ആ വാചകത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അവിടെ ഏറ്റവും പ്രധാനം. ഹൃദയം അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. എപ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ ടോട്ടാലിറ്റിക്ക് വേണ്ടി ഒരു പ്രിസ്ക്രിപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ഹൃദയം അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും, ശ്വാസകോശം അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും, നാഡികൾ അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും, തലച്ചോറ് അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. അപ്പോൾ ആ ഒരു അക്യൂട്ട് കണ്ടീഷനിലാണെങ്കിലും ആ ഒരു ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ അവസ്ഥ നോക്കി അതിനെ ക്രമീകരിക്കാൻ, അതിനെ സെഡേറ്റ് ചെയ്യാനോ സപ്രസ് ചെയ്യാനോ ശ്രമിക്കുകയല്ല വേണ്ടത്. രോഗിയുടെ സമ്പൂർണ്ണ ചിത്രം നോക്കിക്കൊണ്ട് ആ രോഗിയുടെ വൈറ്റാലിറ്റിയെ ക്രമപ്പെടുത്തുക, ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റിയെ ക്രമപ്പെടുത്തുക. ആ വൈറ്റാലിറ്റി ബാക്കി അവയവങ്ങളുടെ കാര്യം, ഹൃദയമായാലും തലച്ചോറായാലും അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും, ഹൃദയത്തിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. ഡിജിറ്റാലിസ് ഈസ് എ വെരി പുവർ ഫീവർ മെഡിസിൻ. പനിക്കുള്ള ഒരു ഔഷധം എന്ന രീതിയിൽ ഡിജിറ്റാലിസിൻ്റെ പ്രയോഗം വളരെ വളരെ കുറവാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇൻഡിക്കേറ്റഡ് വെൻ ദ പൾസ് ഈസ് ഫാസ്റ്റ്, ദ പ്രൂവിംഗ് സേ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് വെൻ ദ പൾസ് ഈസ് ലോ. സാധാരണ പനി വരുന്ന സമയത്ത് ഹൃദയമിടിപ്പ് കൂടിയിരിക്കാം, അങ്ങനെ ഒരു സാഹചര്യം വരാം. പക്ഷേ ഹൃദയമിടിപ്പ് കുറഞ്ഞ സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ നമ്മളെ പ്രൂവിങ്ങിൽ കാണുന്നത് ഹൃദയമിടിപ്പ് കുറഞ്ഞൊരവസ്ഥയാണ് ഡിജിറ്റാലിസിൻ്റെ പ്രൂവിങ്ങിൽ. അപ്പോൾ ഹൃദയമിടിപ്പ് കൂടിയിരിക്കുന്നതിനെ കുറക്കാനല്ല ഒരു ഹോമിയോപാത്ത് ഡിജിറ്റാലിസിനെ അതിൻ്റെ പൊട്ടൻഷ്യലൈസ്ഡ് ഫോമിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകത ആ രോഗിയുടെ ടോട്ടാലിറ്റിയുടെ ഭാഗമായി
താഴ്ന്ന നിരക്കിലുള്ള നാഡീസ്പന്ദനങ്ങൾ, ഹൃദയസ്പന്ദനങ്ങൾ ഉള്ള സാഹചര്യത്തിലാണ് ഡിജിറ്റാലിസ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ക്രൂഡ് ഫോമിലുള്ള നിരവധി തുള്ളികൾ ഉപയോഗിക്കുന്ന പഴയ അലോപ്പതിക്ക് ഉപയോഗത്തിന് നേരെ വിപരീതമായി നമ്മുടെ പ്രൂവിങ്ങിൽ കാണുന്നത് പനിയോടൊക്കെ ചേർന്ന് ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ്. അതാണ് ഒരു ഹോമിയോപാത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റാലിസിൻ്റെ ഇൻഡിക്കേഷൻ. ഇനി കരളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇറ്റ് പ്രൊഡ്യൂസ് എ ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ദ ലിവർ. കരളിൽ വല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി ഒരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. കഞ്ചഷൻ ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് ദ ലിവർ. കരളിൻ്റെ ഭാഗത്ത് വല്ലാതെ വിങ്ങലും കരൾ വലുതായിരിക്കുന്നൊരവസ്ഥയും. സോർനെസ് ഓഫ് ദ ലിവർ, കരളിൻ്റെ ഭാഗത്ത് നൊമ്പരം. അത് എന്ത് കാരണം കൊണ്ടായാലും ശരി, കരളിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ, കരൾ വലുതായിരിക്കുന്നൊരവസ്ഥ, അതൊരു ഫിസീഷ്യന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. കൈകൊണ്ട്, പഴയ ഡോക്ടർമാർക്ക് കൈകൊണ്ട് അത് നോക്കി പറയും. ഇനി മറ്റു ചില ലക്ഷണങ്ങൾ, സ്റ്റൂൾസ് ആർ ബൈൽലെസ്, മഞ്ഞ നിറമില്ല, നിറം കുറഞ്ഞ സ്വാഭാവികമായ മഞ്ഞ നിറമില്ലാത്ത മലം. ലൈറ്റ് കളേഴ്ഡ്, പുട്ടി നിങ്ങൾക്കറിയാം, കട്ട പോലെ ഇരിക്കും, മരപ്പണിക്കാരും കൽപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം, പുട്ടി പോലെ ഇരിക്കുന്ന മലം. ആൻഡ് ദ പൾസ് ഈസ് സ്ലോ. ഈ സാഹചര്യത്തിൽ രോഗിയുടെ ഹൃദയസ്പന്ദനങ്ങൾ കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഓൾഡ് സ്കൂളിലെ ഉപയോഗത്തിലെ പോലെ കൂടിയല്ല, കുറഞ്ഞാണ് ഇരിക്കുന്നത്. ആഡ് ടു ദാറ്റ് ജോണ്ടീസ് ആൻഡ് യു ഹാവ് എ ഗ്രാൻഡ് പിക്ചർ ഓഫ് ഡിജിറ്റാലിസ്. ഈ ഒരു അവസ്ഥയോട് ചേർത്ത് മഞ്ഞപ്പിത്തത്തെ ചേർത്ത് വെക്കുക. ഈ ഒരു കരളിൻ്റെ അവസ്ഥയിൽ രോഗിക്ക് മഞ്ഞപ്പിത്തവും ഉണ്ടാകുന്നു. അപ്പോൾ ഡിജിറ്റാലിസിൻ്റെതായിട്ടുള്ള ഒരു ചിത്രമായി. വെറുതെ ചിത്രമല്ല, ഗ്രാൻഡ് പിക്ചർ എന്ന് പറയുന്നത് ഡിജിറ്റാലിസിൻ്റെ മഹത്തായ ഒരു ചിത്രം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഡിജിറ്റാലിസിൻ്റെ പ്രയോഗ സാധ്യത വലുതാണെന്നാണ് എൻ്റെ അവിടെ പറയുന്നത്. ജോണ്ടീസ് വിത്ത് സ്ലോ പൾസ്, വിത്ത് അണീസ്നെസ് ഇൻ ദ ലിവർ, pale stool, and even if you have never seen or heard of digitalis before, you will scarcely miss it. അപ്പോൾ എന്തൊക്കെയാണ്? മഞ്ഞപ്പിത്തം, അതിനോടൊപ്പം ഹൃദയസ്പന്ദനങ്ങൾ കുറഞ്ഞിരിക്കുന്നൊരവസ്ഥ, കരളിൻ്റെ ഭാഗത്തൊരു ഒരു വല്ലായ്മ, അണീസിനസ്, ഒരു വല്ലായ്മ തോന്നുന്നു, നിറം മങ്ങിയ സ്വാഭാവികമായ മഞ്ഞ നിറമില്ലാത്ത മലം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റാലിസിനെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ റെപ്പർട്ടൈസ് ചെയ്യുമ്പോൾ അവിടെ ഡിജിറ്റാലിസ് വരും എന്നാണ് എൻ്റെ പറയുന്നത്. അതിനെ നിങ്ങൾ വിട്ടുകളയില്ല, അത്രയ്ക്ക് വ്യക്തമാണ് ആ ലക്ഷണങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ലക്ഷണങ്ങളെടുത്ത് റെപ്പർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിജിറ്റാലിസ് വരും. പക്ഷേ ഡിജിറ്റാലിസ് ആകണമെന്നില്ല, എങ്കിലും ഡിജിറ്റാലിസ് വളരെ പ്രാധാന്യത്തോടെ വരും എന്നാണ് എൻ്റെ ഉറപ്പായിട്ട് പറയുന്നത്. വല്ലപ്പോഴും മാത്രമേ അത് വരാതെ വരികയുള്ളൂ ചില അവസ്ഥകളിൽ. നൗ യു മൈറ്റ് ആഡ് എ മിറിയാഡ് ഓഫ് ലിറ്റിൽ സിംറ്റംസ്. ഇനി കൊച്ചു പല ലക്ഷണങ്ങളോട് ചേർക്കാം. ബട്ട് ഡസ് നോട്ട് ചേഞ്ച് ദ ആസ്പെക്ട് ഓഫ് തിങ്സ്. അപ്പോൾ വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ലക്ഷണങ്ങളുടെ താരതമ്യേന മൂല്യം കുറഞ്ഞ പ്രാധാന്യത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. ഒരുപാട് ലക്ഷണങ്ങൾ വരും, പക്ഷേ ഒരു പൊതുചിത്രത്തോട് കാര്യമായിട്ടൊന്നും അത് കൂട്ടിച്ചേർക്കുന്നില്ല. ആ പൊതുചിത്രത്തെ ഈ ലക്ഷണങ്ങൾ, ഈ കൊച്ചു ലക്ഷണങ്ങൾ, കൊച്ചു അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചു പർട്ടിക്കുലർ ലക്ഷണങ്ങൾ ആ ഒരു പൊതുചിത്രത്തെ മാറ്റുകയില്ല. അത് ആ ജനറൽ കണ്ടീഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ, ടോട്ടാലിറ്ററി കണ്ടീഷനിൽ വരുമ്പോൾ ഈ പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ പ്രാധാന്യം താരതമ്യേന കുറവാണെന്നുള്ള വസ്തുത എൻ്റെ വീണ്ടും മറ്റൊരു ഭാഷയിൽ പറയുകയാണ്. ഇറ്റ് ഈസ് ഡിജിറ്റാലിസ്. അത് ഡിജിറ്റാലിസ് ആയിരിക്കും. കൊച്ചു ലക്ഷണങ്ങൾ, ചെറിയ വ്യത്യാസങ്ങൾ കാണിച്ചാൽ പോലും പൊതുചിത്രം ഡിജിറ്റാലിസിൻ്റേതായിരിക്കും. അനദർ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ദാറ്റ് ബിലോങ്സ് ടു ഡിജിറ്റാലിസ് ഹാർട്ട്, ദ ഡിജിറ്റാലിസ് ലിവർ ആൻഡ് ഡിജിറ്റാലിസ് ബവൽസ് ഇറ്റ്സ് എ ഗോൺ സിങ്കിങ് ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ ഹൃദയം, കരള്, ഉദരം, വയറ്, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റാലിസിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇതെല്ലാത്തിനും പൊതുവായൊരു കാര്യം എന്ന് വെച്ചാൽ വയർ വല്ലാതെ ഇടിഞ്ഞു പോകുന്നു, വയറിൽ ഒന്നുമില്ല, കാലിയായിട്ട് താഴേക്ക് പോകുന്നു. ആ ഒരു ഫീല് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതായാലും കരളുമായിട്ട് ബന്ധപ്പെട്ടതായാലും അഥവാ വയറുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതായാലും പൊതുവേ ഉണ്ടാകും ഡിജിറ്റാലിസിൻ്റെ അവസ്ഥയിൽ. ഇറ്റ് സീംസ് ആസ് ഇഫ് ഹി വുഡ് ഡൈ. അങ്ങനെ വയറ് കാലിയായി താഴ്ന്നു പോയിട്ട്, വയറിലെ അവയവങ്ങളൊക്കെ താഴ്ന്നു പോയിട്ട് താൻ മരിച്ചു പോകുമെന്ന് രോഗിക്ക് തോന്നും. ആൻഡ് ഹി ഡസ് നോട്ട് ഗെറ്റ് ബെറ്റർ
ഫ്രം ഈറ്റിംഗ്. വയർ കാലിയായി എന്തെങ്കിലും കഴിച്ച് വയറിൽ നിന്ന് ആഹാരം ചെന്നിട്ട് ആ ഒരു വെപ്രാളം ഒഴിവാക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ടാണത്? ഇറ്റ്സ് എ നെർവസ് ഡെത്ത്ലി സിങ്കിങ്. ഹൃദയമോ കരളോ വയറുമായിട്ട് ബന്ധപ്പെട്ട ആ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല, അതൊരു അയാളുടെ സർവ്വവ്യാപിയായ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയാണ്. ഇറ്റ്സ് എ നെർവസ് ഡെത്ത്ലി സിങ്കിങ് ദാറ്റ് കംസ് വിത്ത് മെനി ഹാർട്ട് ട്രബിൾസ്. ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോട് ചേർന്ന് വരുന്ന ആ നാഡീ സംബന്ധമായ അവസ്ഥ അത് അയാളെ സമഗ്രമായി ബാധിക്കും. അയാളുടെ അനുഭവങ്ങളെ, അനുഭൂതികളെ, ചിന്തകളെ, അയാളുടെ പ്രയാസങ്ങളെ ഒക്കെ അത് ബാധിക്കും. അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും കരളുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും വയറൽ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് വന്നാലും ശരി, അത് അയാളുടെ ഒരു ജനറൽ കണ്ടീഷനാണ്, ഒരു ജനറാലിറ്റിയാണത്. ഡിജിറ്റാലിസിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ജനറാലിറ്റിയാണെന്ന് അർത്ഥം. യു വുഡ് നോട്ട് ബി സർപ്രൈസ് ടു ഫൈൻഡ് ഇൻ ഡിജിറ്റാലിസ് മച്ച് നെർവസ് ഫ്രസ്ട്രേഷൻ. ഡിജിറ്റാലിസിൽ നാഡീസംബന്ധമായ ഇത്തരം അസ്വസ്ഥത വന്നിട്ട് ആളാകെ തളർന്ന് ഫ്രസ്ട്രേറ്റഡായി നിലംപരിശായി പോകുന്നൊരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അത് ഡിജിറ്റാലിസ് ഒരു ഹൃദയത്തിൻ്റെ മരുന്നാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കരുത്, നാഡീസംബന്ധമായ മരുന്നാണെന്ന് വിചാരിച്ചിരിക്കരുത്. ടോട്ടൽ നെർവസ് ഫ്രസ്ട്രേഷൻ, ആകെ തളർത്തിക്കളയുന്ന, ആളെ കിടത്തിക്കളയുന്നൊരവസ്ഥ ഡിജിറ്റാലിസിൽ വരും. നിങ്ങളതിൽ അത്ഭുതപ്പെടരുത്. ഈ വീണ്ടും കൊട്ടേഷനാണ്. ഫീൽസ് ആസ് ഇഫ് ഹി വുഡ് ഫ്ലൈ ടു പീസസ്. ഒരു പ്രൂവറുടെ അനുഭവമാണ്. തൻ്റെ ശരീരം പല പല ശകലങ്ങളായി നാലുപാടും പറന്നു പോകുന്ന പോലെ തോന്നുന്നു. ആങ്സൈറ്റി, വല്ലാത്ത ഉത്കണ്ഠ. ഫീൽസ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ചില മരണം, താൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തോ വല്ലാത്ത മാരകമായ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. സീംസ് ആസ് ഇഫ് ഹിസ് whole economy were full of anxious feelings and restlessness. whole economy, അയാളുടെ മൊത്തം ജീവവ്യവസ്ഥ, ശാരീരികവും മാനസികവും അനുഭൂതിപരവുമായിട്ടുള്ള മൊത്തം എക്കോണമി എന്ന് പറയുന്നത്, അയാളുടെ വൈറ്റൽ എക്കോണമി, അതിൻ്റെ ഒരു മൊത്തം ചിത്രമാണ്. വല്ലാതെ ഉത്കണ്ഠാകുലമായ, വല്ലാതെ അസ്വസ്ഥത നിറഞ്ഞൊരവസ്ഥ. ലാസിറ്റ്യൂഡ്, ഫെയിൻനെസ്, എക്സോഷൻ ആൻഡ് എക്സ്ട്രീം ഫ്രസ്ട്രേഷൻ. വല്ലാതൊരു ക്ഷീണം, ഒരു ആലസ്യം, ബോധം മറഞ്ഞു പോകുന്നത് പോലെ, ഇടയ്ക്ക് മോഹാലസ്യപ്പെട്ടു പോകുന്ന പോലെ, ആകെ തളർന്നു പോകുന്നത് പോലെ, അങ്ങേറ്റം തളർന്നടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഫെയിൻസ് ഓൺ ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ. ചെറിയൊരു പ്രശ്നം കൊണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്ക് മോഹാലസ്യം വരാം, ആൾക്ക് പെട്ടെന്ന് ചെറുതായിട്ട് ബോധം പോകുന്നൊരവസ്ഥ, ഫെയിൻറ്റിങ്. ഇറ്റ് ബിഗിൻസ് ഇൻ ദ സ്റ്റൊമക്ക്. തുടങ്ങുന്നത് വയറിലാണ്. ആൻഡ് ഓഫുൾ സെൻസേഷൻ ഓഫ് വീക്ക്നെസ്. ഒരു വല്ലാത്തൊരു തളർച്ചയുടെ ഒരു വല്ലാത്ത അവസ്ഥ വയറിൽ ആരംഭിക്കുന്നു. ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് ബവൽസ്. വയറിൽ അവയവങ്ങളിൽ, ദഹന വ്യവസ്ഥയിലൊക്കെ ഒരു വല്ലാത്ത ഒരു തളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവിടെയാണ് തുടങ്ങുന്നത്. ഹിസ് സ്ലീപ്പ് ഈസ് ഫുൾ ഓഫ് ഹൊറിബിൾ ഡ്രീംസ്, നൈറ്റ് മെയർ ഫൈറ്റ്. ഇനി അയാളുടെ സ്വപ്നത്തെക്കുറിച്ച്, ഉറക്കത്തെക്കുറിച്ച്. ഉറങ്ങിയാൽ ഭയാനകമായ സ്വപ്നങ്ങളാണ്, ദുസ്വപ്നങ്ങളാണ്, അയാളെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാണ്, ഞെട്ടിയുണരുന്ന അവസ്ഥയ്ക്ക് വരാം. ഡ്രീംസ് ഓഫ് ഫാളിങ്, താഴേക്ക് വീഴുന്ന സ്വപ്നം പലർക്കും ഉണ്ടാകാറുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് ഉയരങ്ങളിൽ താഴേക്ക് വീഴുന്ന പോലെ. ദറ്റ് ഇസ് എ വെരി കോമൺ വിത്ത് കാർഡിയാക് അഫക്ഷൻസ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് സാധാരണ വരും. പക്ഷേ അങ്ങനെ വരുന്നതൊക്കെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ആയിരിക്കണമെന്നില്ല. ഡിജിറ്റലൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത് അത്തരം സ്വപ്നങ്ങൾ. വെൻ ദ പൾസ് ഈസ് ടു സ്ലോ, വെൻ ഇറ്റ് ഈസ് ഇറഗുലർ, ദ ബ്രെയിൻ ഈസ് ഇറഗുലർലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് ഡ്യൂറിങ് സ്ലീപ്പ്. അപ്പോൾ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണം പറയുകയാണ്. ഹൃദയസ്പന്ദനങ്ങൾ വളരെ താഴ്ന്നതാണ്, ക്രമം തെറ്റിയതാണ്. അങ്ങനെ വരുമ്പോഴേക്കും തലച്ചോറിലേക്ക് വേണ്ടത്ര ശുദ്ധരക്തം ചെല്ലുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും തലച്ചോറിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു, ഒരു ടർബുലൻ കണ്ടീഷൻ ആകുന്നു. അയാളുടെ ഉറക്കം അസ്വസ്ഥമാകുന്നു, തലച്ചോറിന് വേണ്ടത്ര വിശ്രമം കിട്ടുന്നില്ല. അപ്പോൾ അത് നാഡീവ്യവസ്ഥ, തലച്ചോറ് സ്വപ്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. എ ഷോക്ക് ഗോസ് ത്രൂ ദ ബോഡി ലൈക്ക് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഒരു വൈദ്യുതാഘാതം ഏറ്റതുപോലെ ഒരു ഞെട്ടൽ, മിന്നൽ ശരീരത്തിലൂടെ കടന്നു പോകുന്ന പോലെ. ലൈക്ക് ഇന്റേണൽ ജേർക്കിംഗ്. അതെന്താണ്? ഈ വൈദ്യുതാഘാതം ചെല്ലുമ്പോഴേക്കും വിറയലാണ്, ജേർക്കിംഗ് ആണ് സംഭവിക്കുന്നത്, ആന്തരികമായ ജേർക്കിങ്. ട്വിച്ചിങ്സ്, വലിച്ചുകോച്ചലുകൾ. സഡൻ മസ്കുലർ മൂവ്മെന്റ്സ്, പെട്ടെന്നുള്ള പേശീചലനങ്ങൾ. ആസ് ഇഫ് എ കറണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദ ബോഡി. ശരീരത്തിലൂടെ ഒരു വൈദ്യുതി കടന്നു പോയാലെന്ന പോലെ
വൈദ്യുതി ചെറിയ തോതിലെങ്കിലും കടന്നു പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ചെറിയ ചെറിയ ഷോക്കുകളൊക്കെ എനിക്കൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ ഉള്ളിലേക്ക് ഒരു വല്ലാത്ത വിറയലാണ്, ഇങ്ങനെ ശരിക്കുള്ള ഷോക്ക്, ജേർക്കിങ് അതുണ്ടാകും. ദിസ് വിത്ത് സ്ലോ പൾസ്, ഇതിനോടൊപ്പം മന്ദീഭവിച്ച താഴ്ന്ന നിരക്കിലുള്ള ഹൃദയസ്പന്ദനങ്ങൾ, വിത്ത് എ സെൻസ് ഓഫ് ഫെയിൻനെസ്, ഒരു മന്ദീഭവിച്ച പോലെ മോഹാലസ്യപ്പെട്ടു പോകൽ, ആൻഡ് ഗ്രേറ്റ് വീക്ക്നെസ്, വല്ലാത്ത തളർച്ച. ഇതാണ് ഡിജിറ്റാലിസിന്റെ ഒരു ചിത്രം. ബ്ലൂയിഷ് പെയിൽനെസ് ഓഫ് ദ ലിപ്സ് ഇൻ പേഴ്സൺസ് ഹു സഫർ അറ്റ് ടൈംസ് വിത്ത് കാർഡിയാക് സ്പെൽസ്. പൊതുവെ പറയാറുള്ളതാണ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ ചുണ്ടിൽ നീലിച്ചു ഇരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകുന്ന ഡിജിറ്റാലിസ് പേഷ്യൻസിനും നീലിച്ച ചുണ്ടുകൾ ഉണ്ടാകാം. ഇറ്റ് സീംസ് അറ്റ് ടൈംസ് ആസ് ഇഫ് ദ പൾസ് വുഡ് സീസ്. ചിലപ്പോഴേക്കും ഈ ഹൃദയസ്പന്ദനങ്ങൾ താഴ്ന്ന് അത് നിലച്ചു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ വരാം. ഫേസ് ബിക്കംസ് ബ്ലൂ, മുഖം മൊത്തത്തിൽ നീലിക്കുന്നു. ദ ഫിംഗേഴ്സ് ബിക്കം ബ്ലൂ, വിരലുകൾ നീലിച്ചു പോകുന്നു. ചുണ്ട് മാത്രമല്ല, മുഖവും വിരലുകളൊക്കെ നീലിച്ചു പോകാം. വാണ്ട്സ് ടു ബി ഓൺ ദ ബാക്ക്, മലർന്ന് കിടക്കാൻ അയാൾക്ക് തോന്നും, അങ്ങനെ കിടക്കണമെന്ന് തോന്നും. ഫ്രീക്വൻ്റ്ലി സ്റ്റാർട്ടിൽ ഇൻ സ്ലീപ്പ്, ജേർക്കിംഗ് അറ്റ് നൈറ്റ്, ഉറക്കത്തിൽ ഇടക്കിടക്ക് ഞെട്ടുന്നു. രാത്രിയിൽ ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ വല്ലാതെ വിറയ്ക്കുകയും ഞെട്ടുകയൊക്കെ ചെയ്യുന്നു. ഇനി വീണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കണ്ടു കിടക്കുകയാണ്. ദ ഹാർട്ട് സിംറ്റംസ് ആർ ന്യൂമറസ്, നിരവധിയായ ഹൃദയ പ്രശ്നങ്ങൾ, ലക്ഷണങ്ങൾ ഡിജിറ്റാലിസിനുണ്ട്. ബട്ട് നൺ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ആസ് ദ സ്ലോ പൾസ്. ഹൃദയ സംബന്ധമായ നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും മന്ദീഭവിച്ച ഹൃദയസ്പന്ദനങ്ങൾ, എണ്ണം കുറഞ്ഞു പോകുന്ന ക്ഷീണിച്ച ഹൃദയസ്പന്ദനങ്ങളോളം പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണവുമില്ല. ഇതിനെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഡിജിറ്റാലിസിൻ്റെ അലോപ്പതിക് ഉപയോഗമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കണം. നേരെ വിപരീതമായിട്ട് വരുന്നു. ദ പൾസ് ഈസ് സ്ലോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ കേസ്. അയാളുടെ രോഗാവസ്ഥയുടെ തുടക്കം മുതൽ തന്നെ അയാളുടെ ഹൃദയസ്പന്ദനങ്ങൾ കുറഞ്ഞ അവസ്ഥയിലാണ്. ഇറ്റ് മേ നൗ ബി ഫ്ലൈയിങ് ലൈക്ക് ലൈറ്റ്നിങ്. ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വല്ലാതെ പെട്ടെന്നങ്ങ് കൂടിയിട്ട്, ചില സമയങ്ങളിൽ കൂടിയിട്ട് മിന്നൽ പോലെ കൂടാം, ചില സമയങ്ങളിൽ അങ്ങനെ വരാം. ഹീസ് ആങ്ഷ്യസ്, ആ അവസ്ഥയിൽ വല്ലാതെ ഉത്കണ്ഠ വരുന്ന സാഹചര്യങ്ങളിൽ, അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ, ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്ന സാഹചര്യങ്ങളിൽ, വയറ്റിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ആ സിങ്കിങ് സെൻസേഷൻ, വയറ്റിലൊന്നുമില്ലാതെ ഇങ്ങനെ ഇടിഞ്ഞ് പോകുന്ന പോലെ അങ്ങേറ്റം മാരകമായൊരു ശൂന്യത വയറ് വരുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഇതേപോലെ വല്ലാതെ ഹൃദയസ്പന്ദനങ്ങൾ കൂടുന്ന ഒരു എക്സെപ്ഷണൽ കണ്ടീഷൻ വരുന്നത്. ദാറ്റ് സൗണ്ട് ലൈക്ക് ദ അഡ്വാൻസ് സ്റ്റേറ്റ് ഓഫ് ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസിൻ്റെ ഒരു കടന്ന വല്ലാതെ കൂടിയ രൂക്ഷമായൊരവസ്ഥയാണ്. ബട്ട് ഐ വാണ്ട് ടു നോ ഇഫ് ഇൻ ദ ബിഗിനിങ് ദ പൾസ് വാസ് ലോ. പക്ഷേ തുടക്കത്തിൽ ഹൃദയസ്പന്ദനങ്ങൾ കുറവായിരുന്നു, അതോർത്തോളൂ. സവിശേഷമായൊരു ഉത്കണ്ഠയുടെയും ഇതേപോലുള്ള സിങ്കിങ് കണ്ടീഷൻ്റെയും ആയ സാഹചര്യങ്ങളിൽ വല്ലാതെയുള്ള ഹൃദയസ്പന്ദനങ്ങൾ ഉണ്ടാകാം. അത് ഡിജിറ്റാലിസിൽ അതൊരു അപവാദമാണ്, അതൊരു എക്സെപ്ഷനാണ്. അതിൻ്റെ പൊതു അവസ്ഥ, തുടക്കം മുതലുള്ള അവസ്ഥ താഴ്ന്ന നിരക്കിലുള്ള പൾസ് എന്നുള്ളതാണ്. ദ പേഷ്യൻ്റ് ഹിംസെൽഫ് സെൽഡം നോസ്, ബട്ട് someone says that in the beginning the pulse was 48. രോഗിക്കറിയാൻ പറ്റില്ല, പക്ഷേ പരിശോധിച്ച ആരോ പറഞ്ഞ് തുടക്കത്തിൽ അയാളുടെ ഹൃദയസ്പന്ദനങ്ങൾ നിരക്ക് 48ആയിരുന്നു. 73 അങ്ങനെ എന്തോ ആണല്ലോ എൻ്റെ കണക്ക്, അതിനേക്കാൾ കുറവാണ്, ഏതാണ്ട് പകുതിയോളം. അതാണ് ഡിജിറ്റാലിസ് തുടക്കത്തിൽ. ദാറ്റ് ഈസ് ഡിജിറ്റാലിസ്. ഇനി വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ദ പൾസ് ഇൻ ദ ബിഗിനിങ് വാസ് റാപ്പിഡ്. തുടക്കത്തിൽ ഹൃദയസ്പന്ദനങ്ങൾ കൂടുതലാണെങ്കിൽ എന്താണ്, ഡു നോട്ട് തിങ്ക് ഓഫ് ഡിജിറ്റാലിസ്. അപ്പം അയാളുടെ രോഗാവസ്ഥയുടെ പ്രാരംഭത്തിൽ അയാളുടെ ഹൃദയമിടിപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ, ഇയാളുടെ വല്ലാതെ ഉത്കണ്ഠാകുലമായ ഹൃദയം ഒക്കെ വല്ലാതെ ഇടിച്ച് സിങ്കിങ് കണ്ടീഷൻ വരുമ്പോഴേക്കും വല്ലാതെ ഹൃദയസ്പന്ദനമായിരിക്കാം. അത് വെച്ചുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യരുത്, അപ്പോഴത്തെ അവസ്ഥയാണെന്ന് പറഞ്ഞ് ചെയ്യരുത്. ആ കേസിൻ്റെ ഒരു രോഗാവസ്ഥയുടെ സമഗ്ര ചിത്രം കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ അമച്വറിഷ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഹോമിയോപ്പതിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉള്ള അവസ്ഥ പറയൂ. അത് തെറ്റാണെന്നല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥ പ്രധാനമാണ്. പക്ഷേ ആ അവസ്ഥയിലേക്ക് എങ്ങനെ രോഗി പരിണമിച്ചെത്തി എന്നുള്ള ആ ഒരു പരിണാമത്തിൻ്റെ ചരിത്രം, അക്യൂട്ട് കണ്ടീഷൻ ആണെങ്കിൽ പോലും പരിണാമത്തിൻ്റെ ചരിത്രം പ്രധാനമാണ്. ഡിജിറ്റാലിസ്റ്റ് കണ്ടില്ലേ, തുടക്കത്തിൽ പൾസ് കുറവായിരുന്നെങ്കിൽ ഡിജിറ്റാലിസ്, അല്ലെങ്കിൽ ഡിജിറ്റാലിസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്.
എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? ഇറ്റ് വിൽ നോട്ട് ഡു എനി ഗുഡ്, ഒരു ഗുണവും ചെയ്യില്ല. ഡിജിറ്റാലിസ് അവിടെ യാതൊരു ഗുണവും ചെയ്യില്ല. ദ ഡിജിറ്റാലിസ് പൾസ് ഈസ് അറ്റ് ഫസ്റ്റ് സ്ലോ ആൻഡ് പെർഹാപ്സ് റിമെയിൻസ് സോ ഫോർ മെനി ഡേയ്സ്. അപ്പോൾ തുടക്കത്തിൽ ഹൃദയസ്പന്ദനം കുറവായിരുന്നു, ഒരുപക്ഷെ നിരവധി ദിവസങ്ങൾ അങ്ങനെ തുറന്നു പോയേക്കാം. അണ്ടിൽ ഫൈനലി ദ ഹാർട്ട് കമൻസ് ടു ഗോ വിത്ത് എ ക്യൂർ വിത്ത് ഇറഗുലർ ബീറ്റ്, ഇന്റർമിറ്റ്സ്, ഫീൽസ് ആസ് ഇഫ് ഇറ്റ് വുഡ് സീസ് ടു ബീറ്റ് ആൻഡ് ദെൻ വി ഹാവ് ഓൾ ദീസ് സ്ട്രേഞ്ച് മാനിഫെസ്റ്റേഷൻസ്. അങ്ങനെ കുറേ ദിവസങ്ങൾ ഹൃദയസ്പന്ദനങ്ങൾ കുറഞ്ഞു നിന്നിട്ട് പിന്നീട് അതിൻ്റെ ക്രമം തെറ്റുന്നു, കൂടിയും കുറഞ്ഞൊക്കെ വരുന്നു, ഒന്നിടവിട്ട് വരുന്നു, ഹൃദയം നിലച്ചു പോകുന്നു എന്നൊക്കെ തോന്നുന്നു. ആ ഒരു അവസ്ഥയിൽ ഇത്തരം വിചിത്രമായ കണ്ടീഷൻസ്, മിന്നൽ പോലെ, ഇടിമിന്നൽ പോലെ പെട്ടെന്ന് പൊടുന്നനെ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥയൊക്കെ, ആ ഒരു അവസ്ഥയിൽ, ഒരു ഇറഗുലർ കണ്ടീഷനിൽ, അത് രോഗിയുടെ ഒരു അക്യൂട്ട് കണ്ടീഷൻ്റെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ, പ്രോഗ്രഷൻ്റെ അവസ്ഥയിൽ വരുന്നതല്ല, അതിൻ്റെ ഒരു അന്തിമമായ പരിണാമമാണ്, ഒരു കൾമിനേറ്റീവ് കണ്ടീഷനാണ്. അത് വെച്ചുകൊണ്ട് ഒരു പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകരുത്. അതൊക്കെ എൻ്റെ പലപ്പോഴും പല ഔഷധങ്ങളുടെ കാര്യത്തിൽ ഇത് പറയുന്നുണ്ട്. ആ ഒരു രോഗാവസ്ഥയുടെ പരിണാമത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ ഒരു പ്രിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. വീക്ക്നെസ് ഈസ് ദ വെരി ക്യാരക്ടർ ഓഫ് ഡിജിറ്റാലിസ് പൾസ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഡിജിറ്റാലിസിൻ്റെ ഹൃദയസ്പന്ദനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ക്ഷീണിതമാണെന്നുള്ളത്. ക്ഷീണിതമായ ഒരു അവസ്ഥയാണ് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം. അതിൻ്റെ എക്സെപ്ഷനാണ്, അപവാദമാണ് മിന്നൽ പോലുള്ള ഇടിമിന്നൽ, അതൊരു എക്സെപ്ഷനാണ്. അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് വീക്ക് പൾസ്, സ്ലോ പൾസ് എന്നുള്ളതാണ്. ആൻഡ് ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഗോ അലോങ് വിത്ത് ഇറ്റ്. മറ്റ് അതിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾ അതിനോടൊപ്പം അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് വീക്ക് പൾസാണ്, ക്ഷീണിതമായ സ്പന്ദനങ്ങളാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് സ്ലോ ആൻഡ് സംടൈംസ് സ്ട്രോങ്. ചില നേരത്ത് അത് ശക്തമാകുന്നു, പക്ഷെ തുടക്കത്തിൽ എപ്പോഴും വളരെ താഴ്ന്ന ദുർബലമായ ഹൃദയസ്പന്ദനങ്ങളായിരുന്നു. ചിലപ്പോൾ അത് ശക്തമാകാം. ശക്തമായ ഒരു അവസ്ഥയിൽ ആ രോഗിയെ കണ്ടുവന്ന് വെച്ചുകൊണ്ട് അങ്ങനെ അത് വെച്ചുകൊണ്ടൊരു പ്രിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. സ്ലോ സ്ട്രോങ് പൾസ് വെൻ റുമാറ്റിസം ഈസ് ത്രട്ടനിങ് ദ ഹാർട്ട്. വേഗത കുറഞ്ഞത് പക്ഷേ ശക്തിയുള്ളത്. വേഗത കുറഞ്ഞ പൾസാണ്, പക്ഷേ അത് ഓരോ സ്പന്ദനവും ശക്തിയുള്ളതാണ്. എപ്പോഴാണ് റുമാറ്റിസം, വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ ഭിത്തികളിലേക്കോ വാൽവുകളിലേക്കോ മറ്റുമൊക്കെ സംക്രമിക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സന്ധികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വാദം തെറ്റായ ചികിത്സ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹോമിയോപ്പതിക്കാണെങ്കിൽ പോലും സപ്രസീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അനാവശ്യമായ റിപ്പീറ്റേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അത് ഹൃദയത്തിലേക്ക് അതിൻ്റെ സ്ഥാനം മാറിയാൽ ആ ഒരവസ്ഥയിൽ ഹൃദയസ്പന്ദനങ്ങൾ കുറവും അതേസമയം വല്ലാതെ ശക്തവുമായിട്ടുണ്ടാകാം. വീണ്ടും ഒരു പ്രോഗ്രാം കോട്ട് ചെയ്യാണ്. വയലന്റ് ബട്ട് നോട്ട് വെരി റാപ്പിഡ് പൾസ്. വല്ലാതെ രൂക്ഷമാണ്, പക്ഷെ വേഗത കുറവാണ് എപ്പോഴും. അതാണ് സവിശേഷത. സഡൻ വയലന്റ് ബീറ്റിംഗ് ഓഫ് ദ ഹാർട്ട്. പെട്ടെന്ന് ഹൃദയത്തിൻ്റെ ഇടിപ്പ് രൂക്ഷമാകുന്നു. വിത്ത് ഡിസ്റ്റർബ്ഡ് റിഥം. അതിൻ്റെ റിഥം, താളം, ഹൃദയതാളം തെറ്റിപ്പോകുന്നു. ഒരു പ്രോവർ പറഞ്ഞിരിക്കുന്നതാണ്. ദ സ്ലൈറ്റസ്റ്റ് മോഷൻ ഇൻക്രീസസ് ആങ്സൈറ്റി ആൻഡ് പാൽപിറ്റേഷൻ. ഈ രോഗിക്ക് ചെറുതായിരുന്നു ചലിച്ചാൽ മതി, അയാളുടെ ഉത്കണ്ഠയും അയാളുടെ ഹൃദയമിടിപ്പൊക്കെ വർദ്ധിക്കുന്നു. When the pulse is going very slow, sometimes down to 40, the patient turns the head and the pulse fluctuates and increases in the action. ഇതാണ് ചെറിയ ചലനങ്ങൾ അയാളിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ വിശദീകരിക്കുകയാണ്. ചെറിയൊരു പ്രശ്നം കൊണ്ട് അയാൾ ഉത്കണ്ഠ ഉണ്ടാകുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. അപ്പോൾ പൾസ് വല്ലാതെ, ഇനി ആ ഒരു അവസ്ഥ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈ ഹൃദയ സ്പന്ദനങ്ങൾ വല്ലാതെ താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ ചിലപ്പോൾ 40 വരെ, മിനിറ്റിൽ 40 വരെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ രോഗി പെട്ടെന്ന് തലതിരിക്കുന്നു, ചെറിയൊരു ചലനം തിരിക്കുന്നു, പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ തന്നെ ഹൃദയമിടിപ്പ് വല്ലാതെ അങ്ങ് കുതിച്ചു കയറുന്നു, അതിൻ്റെ പ്രവർത്തനം വല്ലാതെ വർദ്ധിക്കുന്നു. അപ്പോൾ അതാണ് ഡിജിറ്റാലിസിൻ്റെ ഒരവസ്ഥ. അത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇഫ് യു ടേൺസ് ഓവർ ഇൻ ബെഡ് ഇറ്റ് സീംസ് ആസ് ഇഫ് ദ ഹാർട്ട് വുഡ് സ്റ്റോപ്പ്. ഇത് തല അനക്കുമ്പോഴുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. ഇനി അയാൾ കിടക്കയിലൊന്നും മറിയോ തിരിയോ ചെയ്തു കഴിഞ്ഞാലോ അയാളുടെ ഹൃദയം നിലച്ചു പോകുമോ എന്നുവരെ അയാൾക്ക് തോന്നിപ്പോകും. അപ്പം ചലനങ്ങൾക്ക് അയാളുടെ അവസ്ഥയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണെന്നർത്ഥം. ഇഫ് ഹി മൂവ്സ് ഹി ഫീൽസ് ഇറ്റ് ഫ്ലട്ടറിങ് ഓൾ ഓവർ ഹിം. അയാൾ ചലിക്കുകയാണെങ്കിൽ ശരീരം മുഴുവൻ ഇങ്ങനെ കിടന്നിട്ട് പിടയ്ക്കുകയാണെന്നൊക്കെ തോന്നും. ആൻഡ് ഇറ്റ് സെറ്റിൽസ് ബാക്ക് ആൻഡ് ഈ സ്ലോ അഗെയിൻ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ആ ബഹളമൊക്കെ കുറഞ്ഞിട്ട്
വീണ്ടും പഴയ പോലെ 40ലേക്ക് വരെയൊക്കെ താഴ്ന്ന തരത്തിലുള്ള സ്പന്ദനങ്ങളായിട്ട് മാറും. ബട്ട് ഫൈനലി ഇറ്റ് ചേഞ്ചസ് ആൻഡ് ഫ്ലട്ടേഴ്സ് ഓൾ ദ ടൈം. പക്ഷേ വീണ്ടും അത് മാറും. രോഗാവസ്ഥ രൂക്ഷമാകുമ്പോൾ അന്തിമമായ അവസ്ഥയിൽ ആ ഒരു മന്ദിച്ച അവസ്ഥ മാറിയിട്ട് വീണ്ടും ആളാകെ കിടന്ന് തുടിക്കുന്നത് പോലെ, ആൾ അസ്വസ്ഥമാകുന്ന പോലെയൊക്കെ എപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാം. അതൊരു പക്ഷേ അതൊരു മാരകമായൊരവസ്ഥയും ആയിരിക്കാം. ഡിജിറ്റൈസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും പുസ്തകത്തിൽ ഇത്രയൊക്കെ കൃത്യമായിട്ടുള്ളൊരു വിവരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ചിത്രമാണ് കെൻറ്റിൻ്റെ സാഹിത്യത്തിൽ നിന്നും കെൻറ്റിൻ്റെ പഠനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ഒരു എപ്പിസോഡുകൂടി ഇത് അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.